ഇതിനിടയിൽ നെവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആര്യൻ്റെ ബാഡ്ജ് അടിച്ചു മാറ്റി പുള്ളി വാഷ് ബേസിൻ്റെ അവിടെയുള്ള ഫ്ലവർ വേസിൻ്റെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി ഇത് ഫണ്ണായിട്ട് നല്ലൊരു സ്റ്റോറി ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ കുറച്ച് കല്ലുകളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ആ ബാഡ്ജും പോയി, പിന്നെ കല്ലുകളും നഷ്ടപ്പെട്ടു. മറ്റേ ഗോൾഡൻ കല്ലും ഒക്കെ പോയിട്ടിരിക്കുന്ന ആര്യന് നൈസായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയി. ചെറുതായിട്ടൊന്ന് ട്രിഗറായിട്ട് അനീഷിൻ്റെ പോക്കറ്റിൽ നിന്ന് കല്ലെടുക്കാൻ നോക്കി. അനീഷ് പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്തു, ചീത്ത വിളിച്ചു, ചവിട്ടാൻ വരെ നോക്കി. പല ചാനലുകളിലും ഇത് അനീഷിൻ്റെ കയ്യിൽ നിന്ന് പോയതായിട്ടാണ് പറയുന്നത്. അതായത് അനീഷിൻ്റെ ക്യാരക്ടർ വിട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയുള്ളൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രിഗർ ചെയ്യുമായിരുന്നെങ്കിലും ഇതുവരെ ദേഹത്തോടുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേഹത്ത് തൊട്ടപ്പോഴത്തേക്കും പുള്ളി അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റു പല ചാനലുകളിലും ഇത് വന്നപ്പോൾ അനീഷിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ പറയാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അനീഷിൻ്റെ ഈ ഒരു പ്രകടനം ഒരുപക്ഷെ മാസമായിട്ട് കാണിക്കാൻ ശ്രമിച്ചേനെ. അത് മറ്റൊന്നും കൊണ്ടല്ല, അനീഷിനെ ഇതുവരെ ആർക്കും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനൊരു മനസ്സ് തന്നെയില്ല. പിന്നെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേ പേര് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ഒരു കോമണറായി വന്നിട്ട് പലരെയും പുള്ളിയുടെ പുറകെ നടത്തിച്ചു എന്നുള്ളൊരു കാര്യമൊന്നും നമുക്കങ്ങനെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ വാ തുറപ്പിച്ചത് തന്നെ അനീഷിൻ്റെ ട്രിഗറിങ് കാരണമാണല്ലോ. അതീ കൂടത്തി ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. പക്ഷേ അനീഷ് ചവിട്ടാൻ കാലുപൊക്കിയത് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ട്രിഗർ ചെയ്യാൻ വേണ്ടി താടിയിൽ ഇങ്ങനെ പിടിച്ചതൊക്കെയാണ് ഇടിയായതും ഒരാൾ പുറത്തു പോയതും ഒരാളുടെ ഗെയിം പോയതും ഒക്കെ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ചില ചാനലുകളിലൊക്കെ ഷാനവാസ് ഭയങ്കര മൈൻഡ് ഗെയിമറാണ് എന്നുള്ള സാധനം പറയുന്നുണ്ട്. ആര്യൻ്റെ കയ്യിൽ നിന്ന് താഴത്ത് വീണ കല്ലെടുത്തത് ഷാനവാസിൻ്റെ മൈൻഡ് ഗെയിമാണെന്നൊരു ചാനലിൽ പറയുന്നത് കേട്ടു. ഷാനവാസിനോട് കല്ലെടുക്കാൻ പറഞ്ഞു കൊടുത്തത് തന്നെ ഒനിയിലാണെന്നാണ് പിന്നീട് മനസ്സിലായത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ പറ്റിയാലും പുള്ളിക്ക് അതിൽ നിന്നൊക്കെ കയറിയൊക്കെ പോരാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് അതിൽ നിന്നൊക്കെ മാറിയൊക്കെ പോരാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ കഴിവുകേടാണോ ഇയാളുടെ കഴിവാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇനി അപ്പാനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഗെയിം അവിടെ കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. സൗണ്ട് കുറച്ച് പൊക്കി വിടണമല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനുശേഷം ഒനീലിൻ്റെ വക ആര്യനെ ഒന്നും കൂടെ ട്രിഗറാക്കി വിട്ടിട്ടുണ്ട്. അത് പുള്ളിയുടെ ഗെയിമാണോ എന്നറിയില്ല. അപ്പാനിയുടെ ഗെയിമാണ് ആര്യൻ കളിക്കുന്നത് എന്നുള്ളൊരു സാധനം ആര്യൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒനിയിൽ അതൊരു ഗെയിമായിട്ടാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ മനസ്സിലേക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ആര്യൻ, അപ്പാനി, ഷാനവാസ്, അക്ബർ ഇവരുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടക്കും. പിന്നെ അങ്ങനെ വലുതായിട്ട് സംസാരിക്കാവുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടില്ല. പലരുടെയും കയ്യിൽ കല്ലുകൾ ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ബാഡ്ജസ് ഉണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാവോ എന്നുള്ളതൊക്കെ ബിഗ് ബോസ് പറയുന്നതായിരിക്കും. എനിവേ, ശൈത്യ അവരെല്ലാവരും ചേർന്ന് എടുത്തുകൊണ്ടുപോയി എവിക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.